എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ പൂവിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടിഷ്യൂ പേപ്പർ, ഒരു കത്രിക, ഒരു കമ്പി, പിന്നെ ഏതെങ്കിലും കളറിലുള്ള ഒരു സ്കെച്ച് പെൻ. ഇത്രയും കാര്യങ്ങളെ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പൂ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ മടക്കാം. കറക്റ്റ് നടുവ് തന്നെ മടക്കണേ. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ നടുമടക്കിയതിന് ശേഷം ഒന്നും കൂടി മടക്കണം. ആ മടക്കുന്നത് നമ്മുടെ പൂവിന് എത്ര വലുപ്പം വേണം എന്നുള്ളത് അനുസരിച്ചിട്ട് വേണം മടക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലെങ്ത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഒരു ഷീറ്റ് എടുക്കാം. ഒരു ഷീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ അങ്ങ് മടക്കുക. ഈ എക്സ്ട്രാ പീസ് വേണമെങ്കിൽ കട്ട് ചെയ്ത് പോക്കാം. മതിയാണ്. ലെവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെടുത്ത കമ്പി ഏകദേശം ഒരു നടുവ കണക്കാക്കിയിട്ട് അങ്ങ് ചുറ്റുക. നമ്മൾ മുഴുവനായിട്ട് ചൊരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് റെഡ് കളറാക്കുക. കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന ഈ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ 2 നൈസ് പേപ്പറാണുള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെല്ലെ വിടർത്തിയെടുക്കുക. വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ വളരെ നൈസ് പേപ്പർ ആയതുകൊണ്ട് വേഗം കീറിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതേമാതിരി തന്നെ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി മെല്ലെ ഇതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ പേപ്പറിനെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു പൂ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ കളേഴ്സിലും ഉണ്ടാക്കിയിട്ടുണ്ട്.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കും. പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്.